ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് നമ്മുടെ വൈറലായ ബേസിൽ ജോസഫ് വൈറലാക്കിയ ചെമ്മീൻ നിർവ്വാണ ഇന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും ഇൻസ്റ്റ ഓപ്പൺ ആക്കിയാലും എയിൽ ഓപ്പൺ ആക്കിയാലും കാണുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം തോന്നുന്നു ഉണ്ടാക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും ഞാനും ട്രൈ ആക്കിയിട്ട് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. നല്ല എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞെങ്കിൽ ചെമ്മീൻ എടുക്കണം. നല്ലൊരു വലിയ ചെമ്മീൻ എടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു സൈസിലുള്ള ചെമ്മീൻ കിട്ടാത്തത് തൊട്ട് ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീൻ എടുത്തിന് ഞാൻ. അപ്പോൾ വലിയ ചെമ്മീനും പിന്നെ മല്ലിയില, കറിവേപ്പില, കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് വിനീഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൂടാം. നമ്മൾ വിനാഗിരി വെച്ചിട്ടില്ലേ, ആ വിനാഗിരിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നല്ലപോലെ അരച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതിനെ ചെമ്മീനിലേക്ക് പിടിപ്പിച്ചിട്ട് മാരിനേഷൻ ചെയ്തിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഞാൻ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാനതിനെ പാകാക്കാൻ തുടങ്ങി. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ എണ്ണ ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമ്മൾ കയ്യിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ ചെമ്മീൻ്റെ ഇതില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെന്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇടാം. വെന്തതിന് ശേഷം നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഇട്ടിട്ട് കുറച്ച് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഷുഗറിലേക്ക് ആഡാക്കി കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ ഷുഗർ ഞാൻ ആഡാക്കി കൊടുത്തിന്. ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ അല്ല എല്ലാവരും വൈറലാക്കി, നമുക്കിപ്പോൾ മനസ്സിലായി. പിന്നെ അതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളയപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. ഇതിലേക്ക് ചോറിന് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം ഇത്. പിന്നെ നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അപ്പത്തിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ ഇതിലേക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവെല്ലാം അരച്ച് വെച്ചിട്ട് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വെള്ളയപ്പം കൂട്ടിയിട്ട് നമ്മളെ ഇന്നത്തെ റെസിപ്പിയായ ചെമ്മീൻ നിർവ്വാണയും കൂട്ടി നല്ല സ്വാദോട് കൂടിയിട്ട് കഴിച്ച്. അപ്പോൾ എന്തായെങ്കിലും ഞാൻ അടുത്ത പ്രാവശ്യം ചെമ്മീൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ആക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിൽ അറിയിക്കണം എല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.